നമസ്കാരം, ഞാൻ ബെന്നി കൊച്ചേരി. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിങ്ങപ്പുലരിയുടെ പൂവിളികൾ ഉയർന്നു. വെള്ളിയാഴ്ച കൊല്ലവർഷാരംഭം. ഭക്ഷ്യസുരക്ഷയും തൊഴിലുറപ്പും വിളിച്ചോതി മത്സ്യകേരളം പദ്ധതി. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ വയൽ വിദ്യാലയം പാതിവഴി പിന്നിട്ടു. കർഷക ലോകത്ത് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ. റോഡരികിലെ മരങ്ങൾ വാഹനങ്ങൾക്ക് അപകട ഭീതി വിധിക്കുന്നു. കടുത്തൂർ നിയോജക മണ്ഡലത്തിലെ സൗഹൃദ മത്സരം അനുഗ്രഹമായിരുന്നു എന്ന് മോൻസ് ജോസഫ് MLA. വാർത്തകൾ വിശദമായി. ചിങ്ങപ്പുലരിയുടെ പൂവിളികൾ നാടെങ്ങും ഉയർന്നു. വെള്ളിയാഴ്ച കൊല്ലവർഷ ആരംഭം. സുഖചികിത്സയുടെയും രാമായണ ശീലുകളുടെയും കർക്കിടകം പിന്നിടുമ്പോൾ പുതുപ്രതീക്ഷകളോടെ ചിങ്ങം കൺതുറക്കുകയായി. നാടെങ്ങും വിപുലമായ ആഘോഷങ്ങളാണ് ചിങ്ങപ്പുലരിയിൽ. കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിയാണ് ആഘോഷങ്ങൾ ഏറെയും. ചിങ്ങം പിറക്കുമ്പോൾ പുതിയൊരു പ്രതീക്ഷയോ കണക്കൂട്ടലോ ഇല്ലാത്ത മലയാളിയില്ല. ചിങ്ങം ഐശ്വര്യത്തിന്റെ കാലമാണ്. പൂക്കളുടെ വസന്തകാലം, വിളവെടുപ്പിന്റെ സമൃദ്ധകാലം, പ്രത്യാശകളുടെ ധന്യകാലം. മലയാളിയുടെ പുതുവർഷം ചിങ്ങം വേഗം വന്നെത്താനും പഞ്ഞു മുടുങ്ങാനും കൊതിക്കാത്തവരുമില്ല. സുഖചികിത്സയുടെയും രാമായണ ശീലുകളുടെയും കർക്കിടകം പിന്നിടുമ്പോൾ ആഹ്ലാദപ്പിറപ്പിന്റെ ചിങ്ങം ഇതാ മുന്നിൽ. മറ്റൊരു മാസത്തിനും കിട്ടാത്ത സ്വീകരണം ചിങ്ങത്തിന് ലഭിക്കുന്നു. ആടിയറുതി എന്ന പേരിൽ ചിങ്ങത്തലേന്ന് വീടുകളിൽ നടക്കുന്ന ഒരുക്കങ്ങൾ ചിങ്ങത്തിനുള്ള ഹൃദയപൂർവ്വമായ വരവേൽപ്പാണ്. പണ്ടുകാലത്താണെങ്കിൽ വീടുകൾ ചാണകം മെഴുകി വൃത്തിയാക്കി മുറ്റത്ത് ചാണകവെള്ളം തളിച്ച് ശുദ്ധി വരുത്തിയിരുന്നു. പറമ്പുകൾ കരിയില അടിച്ചുകൂട്ടി തീയിട്ട് വൃത്തിയാക്കും. പുല്ലുകളും കളകളും ചെത്തി മുറ്റം വെടിപ്പാക്കും. വീടിനകം ചുക്കിലിയും അഴുക്കും കളഞ്ഞ് തുടച്ചിടും. പഴയ ചൂലും മുറവും പഴഞ്ചൻ കലങ്ങളുമൊക്കെ പറമ്പിൽ കൊണ്ട് കളയും. പുത്തൻ വസ്തുക്കളെ ചിങ്ങപ്പുലരിയിൽ വീട്ടിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരുക്കം. ചാണകം മെഴുകിയ നിലങ്ങൾ അപ്രത്യക്ഷമായെങ്കിലും ചിങ്ങത്തലേന്ന് നിലം കഴുകി വൃത്തിയാക്കുന്ന പതിവ് ഇന്നും പലർക്കുമുണ്ട്. വീടിനുള്ള പുതിയ ചായങ്ങൾ നൽകി ചിങ്ങത്തെ സ്വാഗതം ചെയ്യുന്നവരുമുണ്ട്. ഐശ്വര്യകാലമായ ചിങ്ങത്തിൽ മാംസം ഉപേക്ഷിക്കണമെന്ന് കരുതിയാവാം ആടിയറുതി ദിവസം മാംസം പാചകം ചെയ്യുന്ന പതിവുമുണ്ട്. കർഷക കുടുംബങ്ങൾക്ക് ഉത്സവകാലമാണ് ചിങ്ങം. കൊയ്ത്തും മെതിയുമൊക്കെയായി ആരവമൊഴിഞ്ഞ നിമിഷമുണ്ടാവില്ല. കലവറകളും പത്തായങ്ങളും നിറയുന്ന കാലം. നേന്ത്രൻകായുടെയും ചേമ്പ്, ചേന, കാച്ചിൽ, കൂർക്ക തുടങ്ങി കിഴങ്ങുവർഗ്ഗങ്ങളുടെയും ധാരാളിത്തം എല്ലാം വീട്ടിൽ തന്നെ നട്ടുനനച്ച് വളർത്തിയിരുന്ന കാലത്ത് ചിങ്ങം സമൃദ്ധമായിരുന്നു. ഇന്നും അന്യനാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി കൊണ്ടായാലും ചിങ്ങത്തെ സമൃദ്ധമാക്കാറുണ്ട് മലയാളി. ലോകത്തെവിടെയുമുള്ള മലയാളികളെ ഒന്നിപ്പിക്കുന്ന ഉത്സവമാണ് ഓണം. ചിങ്ങത്തിൻ്റെ പ്രൗഢി പകുതി മുക്കാലും ഓണമാസമെന്ന നിലയിലാണ്. ഓണം പോലൊന്ന് മലയാളികൾക്ക് വേറെയില്ല. എല്ലാം കൊണ്ട് ജീവിതം നിറസമ്പന്നവും ആഘോഷഭരിതവുമാകുന്ന കാലം. പൂക്കളും പൂവിളികളുമായി ഓണത്തിരക്കുകളുമായി നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നു. ചിങ്ങം 1 കർഷക ദിനമായി സംസ്ഥാനമൊട്ടാകെ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി മരങ്ങാട്ടുപള്ളി, ഞീഴൂർ, ഉഴവൂർ, കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തുകളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. കർഷക ദിനാചരണം ഉദ്ഘാടനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA നിർവഹിക്കും. ഭക്ഷ്യസുരക്ഷയും തൊഴിലുറപ്പും വിളിച്ചോതി മത്സ്യകേരളം പദ്ധതി. പദ്ധതി നിർവഹണത്തോടനുബന്ധിച്ച് ഉഴവൂർ ബ്ലോക്ക് തല പരിശീലനം മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ഉദ്ഘാടനം മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. സർക്കാരിൻ്റെ വിവിധ വികസന പദ്ധതികൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ജനങ്ങളും ഒത്തുചേർന്ന് നിർവഹണം നടത്തണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. മുട്ടയും പാലും ആവശ്യത്തിന് ലഭ്യമാക്കുന്ന സംസ്ഥാനമായും ഭക്ഷ്യവസ്തുക്കൾക്കായി ഇതര സംസ്ഥാനങ്ങൾക്ക് മുമ്പ് കൈനീട്ടുന്ന പരിപാടി നിർത്തണമെന്നും മോൻസ് ജോസഫ് MLA പറഞ്ഞു. സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MN തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീത സജീവ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം സുജ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ പ്രസംഗിച്ചു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് ക്ലാസ് നൽകി. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ 100ഓളം കർഷകരാണ് മത്സ്യകേരളം പദ്ധതിയുടെ ഭാഗമായി മത്സ്യഫെഡ് നടപ്പാക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. സമ്മേളനത്തിൽ പദ്ധതി കോർഡിനേറ്റർ കുട്ടിയമ്മ ഷാജി സ്വാഗതം ആശംസിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ വ്യക്തികളുടെ അവതരിപ്പിക്കും. നിയമസഭയിൽ ബഹുമാന്യനായ ധനകാര്യമന്ത്രി ശ്രീ KM മാണി സാർ ഇപ്പോഴും അധികാരത്തിലുള്ള UDF ഗവൺമെന്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന് വേണ്ടി അവതരിപ്പിച്ച 2 ബഡ്ജറ്റുകളിലും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റ് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിയിട്ടുണ്ട്.
ഉള്ള ഒരു ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി KM മാണി സാർ അവതരിപ്പിച്ചപ്പോൾ അതിന്റെ അനുബന്ധമായുള്ള എല്ലാ മേഖലകൾക്കും അതിനനുസൃതമായ പ്രാധാന്യം കൊടുത്തിരിക്കാം. ഇപ്പോൾ ക്ഷീര കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ KC ജോസഫ് കഴിഞ്ഞ ദിവസം നെടുത്തുരുത്തിയിൽ വരികയുണ്ടായി. അദ്ദേഹം ആ സമ്മേളനത്തിൽ പറഞ്ഞു, ക്ഷീര കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ സഹായം ലഭിക്കുന്ന ഒരു കാലഘട്ടമായി ഇപ്പോൾ മാറി. പാലുത്പാദനം വർദ്ധിപ്പിക്കുക എന്ന കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിന് സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുകയാണ്. കാർഷിക രംഗത്ത് ഇത് കേരളത്തിന്റെ സാഹചര്യം നമുക്കറിയാം. കേരളം കൃഷി ആശ്രയിച്ച് നിൽക്കുന്ന സംസ്ഥാനമാണ്. ഭാരതം കൃഷി ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യമാണ്. എന്നാൽ കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ആവശ്യകത കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുകയാണ്. റിസൾട്ടിലേക്ക് വരുന്നതിന് നമുക്ക് കഴിയുന്നു. കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ അല്ലാതെ നമുക്ക് കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ലോകം മുഴുവൻ ഭക്ഷ്യ സുരക്ഷയെ കുറിച്ച് ചർച്ച ചെയ്യാം. കേരളത്തിന് ആവശ്യമായ അരിയും പച്ചക്കറികളും മറ്റ് അനുബന്ധ കാർഷിക ഉൽപ്പന്നങ്ങളും എല്ലാം ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസൃതമായ ഉത്പാദനം നടത്താൻ കഴിയുന്നില്ല. ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കേരള നിയമസഭ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നു. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിലെ വയൽ വിദ്യാലയം പാതി വഴി പിന്നിട്ടു. കർഷക ലോകത്ത് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ. യുവതലമുറയിലെ കൃഷിയിലേക്ക് ആകർഷിക്കുവാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിടുന്ന പരിശീലന പദ്ധതി ഏറെ സ്വാഗതം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ അധ്യാപകരായപ്പോൾ വിദ്യാർത്ഥികളായി കർഷകരെത്തി. അതും പഠനമേഖല പൂർണ്ണമായും പ്രവർത്തന അധിഷ്ഠിതമായി വയലിൽ തന്നെ. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്താണ് വയൽ വിദ്യാലയം എന്ന പദ്ധതിയിലൂടെ കാർഷിക മേഖലയ്ക്ക് നവോന്മേഷം നൽകാനുള്ള വിപുലമായ ക്രമീകരണങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നത്. 8 ആഴ്ചകളിലായി ക്രമീകരിച്ചിരിക്കുന്ന 8 ദിനങ്ങളിൽ ക്ലാസും പരിശീലന പരിപാടിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഞ്ചായത്തിൽ വയൽ വിദ്യാലയം പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിൽ നിന്ന് അകലുന്ന കർഷകരെ കൂടെ ചേർത്ത് നിർത്തുവാനും യുവ കർഷകരെ കാർഷിക മേഖലയിലേക്ക് എത്തിക്കുവാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനുമാണ് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കാർഷിക പരിശീലനത്തിന് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 50ഓളം കർഷകരാണ് കൃഷിയിടത്തിൽ തന്നെ പരിശീലന പരിപാടി ലഭ്യമാക്കി കാർഷിക മേഖലയിലെ പുതിയ അറിവുകൾ പങ്കുവയ്ക്കുന്നത്. സാങ്കേതിക വിദ്യയും മാനേജ്മെന്റും കാർഷിക വൃത്തിയോട് ചേർത്ത് നിർത്തി പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനൊപ്പം നാട്ട് അറിവുകളും കാർഷിക വൃത്തിയിലേക്ക് എപ്രകാരം ഉപയോഗപ്പെടുത്താമെന്നും കർഷകർ അറിവുകൾ പങ്കുവച്ച് കാർഷിക മേഖലയ്ക്ക് പുതിയ മുന്നേറ്റം തന്നെ സമ്മാനിക്കുന്നു. ബെൽജി ഇമാനുവൽ പ്രസിഡന്റായുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് വയൽ വിദ്യാലയം പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. കൃഷി ഓഫീസർ പീതാപോൾ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ശശികല തുടങ്ങിയവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളുടെയും പൂർണ്ണമായ പിന്തുണയും സാന്നിധ്യവും വയൽ വിദ്യാലയം പരിപാടിയിൽ ഉണ്ട് എന്നുള്ളത് ജനപ്രതിനിധികളും ജനങ്ങളും ഉദ്യോഗസ്ഥരും കൈകോർത്ത് കാർഷിക മേഖലയ്ക്ക് സമ്മാനിക്കാനാവുന്ന പുതിയ മുന്നേറ്റത്തിന്റെ നേര് ഉദാഹരണം തന്നെ സമ്മാനിക്കുകയാണ്. കർഷകർക്ക് പ്രചോദനം ചെയ്ത ഒരു സംരംഭം, ഒരു പഠന ക്ലാസ്സാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ കൃഷിയുടെ താല്പര്യമുള്ള ആളല്ലെങ്കിൽ പോലും ആദ്യത്തെ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കും അല്പം പച്ചക്കറിയൊക്കെ നട്ടാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും ഞാനൊരു 10-30 സെൻറ്റ് സ്ഥലം ഞാൻ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൃഷി ഓഫീസറോട് പച്ചക്കറി വിത്ത് തരണമെന്ന് പറഞ്ഞിരിക്കുക. വളരെ പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കർഷകരെ നമ്മുടെ വളരെ ഈ വയൽ വിദ്യാലയത്തിലേക്ക് വന്നിരിക്കുന്ന കർഷകരെന്ന് പറയുന്നത് 100% പ്രതിബദ്ധതയുള്ള കൃഷിയോട് വളരെ ആത്മാർത്ഥതയുള്ള ആളുകളാണെന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രാധാന്യമുള്ളത്. അല്ലാതെ ഒരു ആൾക്കൂട്ടത്തിന് വേണ്ടിയോ അല്ല കൃഷിയോട് താല്പര്യമില്ലാതെയോ ഒന്നും അല്ല. വളരെ പ്രതിബദ്ധതയോടുകൂടി കൃഷി നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും കൃഷിയെ അവർ ഉപജീവന മാർഗമായി കാണുന്ന ഈ ആളുകളാണ് ഈ വയൽ വിദ്യാലയത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പഞ്ചായത്തിൽ കൃഷിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൃഷി ഡിപ്പാർട്ട്മെന്റ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന് മാതൃകയായി പ്രവർത്തിക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഒക്കെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെയുള്ള വയൽ വിദ്യാലയ കർമ്മ പരിപാടി പച്ചക്കറിയിൽ മാത്രമല്ല ക്ഷീരമേഖലയിലേക്കൂടെ വരണമെന്നാണ് ഞാൻ ഇന്നലെ ടോംസിയുമായിട്ട് സംസാരിച്ചിരുന്നു. നമുക്ക് ക്ഷീര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് വയൽ വിദ്യാലയം ആത്മീയമായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പഞ്ചായത്തിൽ ഏതാണ്ട് 160
മത്സ്യകൃഷി നടത്തുവാനുള്ള നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് 90 പേരുണ്ട്, മറ്റ് പഞ്ചായത്തിൽ നിന്ന് 8-10 പേരുണ്ട്, 160ഓളം ആളുകളുണ്ട്. അപ്പോൾ അത് ആ മത്സ്യകൃഷി അവർ നടത്തണമെന്ന ആത്മാർത്ഥതയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. കാരണം അല്ലാതെ വെറുതെ ഉഴപ്പാനായിട്ടല്ല വന്നിരിക്കുന്നത്. അവരെല്ലാവരും നല്ല രീതിയിൽ നമ്മൾ വയൽ വിദ്യാലയത്തിൽ ക്ലാസ് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ആ മത്സ്യകൃഷിയിലും നമ്മുടെ കർഷകർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ചന്ദ്രമോഹൻ സാറും ഒക്കെ നമ്മുടെ മത്സ്യകൃഷിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ വയൽ വിദ്യാലയത്തിൽ വന്നിരിക്കുന്ന 3-4 പേര് നമ്മുടെ മത്സ്യകൃഷിയിലുണ്ട്. നമുക്ക് മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ നമ്മുടെ നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു പ്രചോദനം ഈ വയൽ വിദ്യാലയത്തിൽ നിന്ന് എല്ലാവർക്കും ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ വയൽ വിദ്യാലയത്തിന് ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. റോഡരികിലെ മരങ്ങൾ വാഹനങ്ങൾക്ക് അപകട ഭീതി വിതയ്ക്കുന്നു. വ്യാഴാഴ്ച രാവിലെ സ്വകാര്യ ബസ് യാത്രക്കാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കോഴായിൽ ഇടയാരി ജംഗ്ഷനിൽ റോഡരികിലെ മരത്തിന്റെ ശിഖരമടിച്ച് സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച റോഡുകളിലടക്കം തണൽ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു എന്ന പരാതികൾ ശരിവെക്കുന്ന കാഴ്ചയായിരുന്നു വ്യാഴാഴ്ച രാവിലെ കോഴ-പാല റോഡിൽ. പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ചില്ല് റോഡരികിൽ നിന്ന് പേരക്കമ്പിൽ തട്ടി പൂർണ്ണമായും നശിച്ച സാഹചര്യം. ഇത്തരത്തിലുള്ള പരാതികൾ ശരിയാണ് എന്നുള്ള വ്യക്തമായ കാഴ്ചയാണ് യാത്രക്കാർക്ക് സമ്മാനിച്ചത്. 50ഓളം യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന ബസ്സിൽ യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. എതിരെ എത്തിയ ബൈക്കിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് റോഡരികിൽ നിന്ന പേരക്കമ്പ് ബസ്സിന്റെ ചില്ലിലിടിച്ച് ചില്ല് പൂർണ്ണമായി തകർന്നു വീണത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് റോഡുകൾ വികസിപ്പിക്കുമ്പോഴും റോഡിന് സമീപത്ത് സ്വകാര്യ പുരയിടങ്ങളിൽ നിന്ന് തലനീട്ടി നിൽക്കുന്ന വൃക്ഷത്തലപ്പുകൾ വാഹനങ്ങൾക്ക് ഉയർത്തുന്ന അപകട ഭീഷണി വളരെ വലുതാണ്. പല സ്ഥലങ്ങളിലും സ്വകാര്യ കൃഷിയിടങ്ങളിൽ നിന്ന് നിൽക്കുന്ന പച്ചിലപ്പടർപ്പുകൾ വാഹനങ്ങളുടെ മുഖാമുഖമുള്ള കാഴ്ച മറയ്ക്കുന്ന സാഹചര്യം പോലും പലയിടങ്ങളിലും നിലവിലുണ്ട്. വണ്ടി കയറി വന്നപ്പോഴേ നമ്മളിങ്ങോട്ട് വന്നേ, അങ്ങോട്ട് ഒതുക്കിയപ്പോൾ ആ മരത്തിന്റെ കൊമ്പ് തട്ടിയത് റോഡിലോട്ട് കമ്പ് കയറി കിടക്കുന്നുണ്ടോ, അത് കാരണം തട്ടിയതാണ് ഗ്ലാസ് പൊട്ടിയത്. ഗ്ലാസ് മൊത്തം പോയില്ലേ? ഗ്ലാസ് മൊത്തം ആർക്കെങ്കിലും പരിക്കുണ്ടോ? പരിക്കൊന്നും ആക്കി. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ സൗഹൃദ മത്സര രംഗത്ത് അനുഗ്രഹമായിരുന്നുവെന്ന് മോൻസ് ജോസഫ് MLA സിറ്റി ന്യൂസ് ചാനലിന്റെ കാഴ്ചപ്പാട് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മോൻസ് ജോസഫ് MLA. കാഴ്ചപ്പാട് പരിപാടിയുടെ പുനഃസംപ്രേഷണം വ്യാഴാഴ്ച രാത്രി 10-നും വെള്ളിയാഴ്ച രാവിലെ 8-നും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ശരിക്കും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് MLA മത്സരിക്കാനും കടുത്തുരുത്തി സൗഹൃദ മത്സരം എന്ന് പറയുന്ന പ്രത്യേക ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ ഒരുപക്ഷെ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമായിരിക്കും ഇന്ന് മന്ത്രിയായി വളർന്ന് മോൻസ് ജോസഫിനും കടുത്തുരുത്തിക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത്. രണ്ടാമുള്ള മത്സരത്തിനപ്പുറം ഒരു സൗഹൃദ മത്സര പശ്ചാത്തലം, ഒരു യുവാവ് എന്നുള്ള വലിയൊരു നേട്ടം. അന്ന് MLA ആവാൻ കഴിഞ്ഞു, തുടർന്ന് മത്സരിക്കാൻ കഴിഞ്ഞു, പിന്നീട് വീണ്ടും MLA വരാൻ കഴിഞ്ഞു, അതിലൂടെ മന്ത്രിയാവാൻ കഴിഞ്ഞു. പക്ഷെ അതായിരിക്കും അങ്ങയുടെ ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കിയ ആ ഒരു സൗഹൃദ മത്സരമായിരുന്നില്ല. അല്ല, ആക്ച്വലി അങ്ങനെയില്ല. അതല്ലേ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒന്ന് അപ്രതീക്ഷിതമായിട്ടാണ് സൗഹൃദ മത്സരം. പ്രതീക്ഷമായിരുന്നെങ്കിൽ പോലും അങ്ങേക്ക് അനുഗ്രഹമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സൗഹൃദ മത്സരം അന്ന് അനുഗ്രഹമായി. കാരണം ആ മത്സരത്തിൽ 3 പേര് വന്നു. അതിൽ ചെറുപ്പക്കാരുടെ ഒരു പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഞാൻ മാത്രമല്ല, ചെറുപ്പക്കാരുടെ KSC പ്രസിഡന്റ്, സ്റ്റുഡന്റ് പൊളിറ്റിക്സ് കഴിഞ്ഞ് ഞാൻ ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ആരംഭിച്ച് ഒരു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ പോയത്. അപ്പൊ അതുകൊണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തിരിക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോഴുള്ള ആ ഒരു പരിഗണന തീർച്ചയായിട്ടും നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ മത്സരത്തിൽ പിന്നെ ഇവിടെ ത്രികോണ മത്സരം എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്ലസ് അതിൽ സ്ഥാനാർത്ഥി എന്നതിൽ വളരെ അനുകൂലമായിട്ട് വരാൻ എനിക്ക് സാധിക്കും. അപ്പൊ നമുക്ക് വലിയൊരു അതൊരനുഗ്രഹമായിരുന്നു, അതിനകത്ത് സംശയമില്ല. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് തീർച്ചയാണ്. അപ്പൊ ഞാൻ അതിനുശേഷം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ പ്രവർത്തന രംഗത്ത് ആഗ്രഹിക്കുന്നതും ഒക്കെ നമ്മുടെ സ്വകാര്യ ആഗ്രഹങ്ങളാണ്. അത് പരിധി വിട്ടു പോയാൽ അമിതമായ അനാവശ്യമായ ആഗ്രഹങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ സ്വയം നാശമായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ മന്ത്രിസ്ഥാനത്തെ കുറിച്ച് പിന്നെ ഇത്രയും ചോദിച്ചു. ഇനി ഇടവേള.